വാർത്തകളൊക്കെ ഇഴകേറി പരിശോധിക്കാൻ നമുക്കൊപ്പം ഉള്ളത് മറ്റാരുമല്ല, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? രാവിലെ മുതൽ സേതു ഇങ്ങനെ മോഹൻലാലിൽ നിൽക്കുകയല്ലേ, മോഹൻലാലിൽ നിറഞ്ഞാടുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രീജിത്ത് ബാലകൃഷ്ണന്റെ ഓർമ്മകളിൽ നിന്ന് നമുക്ക് വാർത്തകളിലേക്ക് പോവാം. ഇല്ല, നമ്മുടെ ഓർമ്മയെല്ലാം ഇന്ന് ടെലിവിഷൻ വരാൻ പോവാണ്. ഇന്നലെ ഡെസ്കിൽ വലിയ രൂപത്തിൽ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ ഓർമ്മയിൽ മോഹൻലാൽ എന്ന് നമ്മുടെ ഒരു വിസ്മയമാണ്. ഇത് ഈ കാണുന്നൊന്നുമല്ല ഞാൻ എന്നുള്ളതാണ് മോഹൻലാൽ. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് വാർത്തകളിലേക്ക് പോയാലോ? തീർച്ചയായും. സോ ഇത് ഈ മുഖ്യ വാർത്ത ഇന്നലത്തെ പോലെ തന്നെയാണ്. മുഖ്യ വാർത്ത ഏതാകണം എന്ന കാര്യത്തിൽ പത്രങ്ങൾക്ക് വലിയ ചിന്ത വേണ്ടി വന്ന ഒരു ദിവസം കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ അതിലേറ്റവും ശ്രദ്ധേയമായത് ആലുവയിലെ, നമുക്കറിയാം, ആലുവയിലെ മറ്റക്കുഴിയിൽ കുട്ടിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ, അതായത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, എന്താണ് അമ്മയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് ഇന്ന് പത്രങ്ങൾ പ്രധാനമായിട്ടും ഒന്നാം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യ വാർത്ത അതല്ലെങ്കിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അതിൽ സുപ്രഭാതം ദിനപത്രമാണ്. അതായത് നോവടങ്ങാതെ എന്ന ഒരു ക്യാപ്ഷൻ. ആ ക്യാപ്ഷനിൽ സുപ്രഭാതം നൽകിയ ആ ചിത്രം വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. അതായത് ആ കുട്ടിയുടെ കാലിൽ ആരോ ഒരാൾ ബന്ധുവാണെന്ന് തോന്നുന്നു, അവർ അല്ലെങ്കിൽ നമസ്കരിക്കുന്നു. ആ ചിത്രം ഇന്നത്തെ ഏറ്റവും വലിയ നൊമ്പരപ്പെടുന്ന ഒരു ചിത്രവും വാർത്തയുമാണത്. കേരളകൗമുദി, മാതൃഭൂമിയൊക്കെ ആ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി ഒന്നാം പേജ് നൽകിയിട്ടുണ്ട്. കേരളകൗമുദി കണ്ണീർ മഴയായി കുഞ്ഞു കല്യാണി എന്ന് പറയുന്നുണ്ട്. മാതൃഭൂമി അവസാനമായി കല്യാണി വന്നു നെഞ്ചുരുക്കി നാട് എന്ന രൂപത്തിൽ വലുതായി തന്നെ ആ വാർത്ത നൽകിയിട്ടുള്ളൂ. അതിലൊരു പക്ഷേ മാതൃഭൂമിയുടെ ചിത്രത്തിൽ അവരുടെ സഹോദരൻ്റെ വിതുമ്പൽ തേങ്ങലാണ് കാണുന്നത്. അങ്ങനെ എന്തായാലും പത്രങ്ങൾ വളരെ വലിയൊരു ദിവസം ആദ്യം ആ പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ പോലും പക്ഷേ പ്രാധാന്യത്തോടുകൂടി വലിയ രൂപത്തിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ മാതൃഭൂമി അത് കൊടുക്കുകയും, പക്ഷേ മനോരമ ആ വാർത്ത ഒന്നാം പേജിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. താഴേക്കായിരിക്കും, ഉൾപേജിലേക്കായിരിക്കും ഉൾപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കേരളകൗമുദിയും മാതൃഭൂമിയും നന്നായി നൽകിയിട്ടുണ്ട്. സുപ്രഭാതത്തിൻ്റെ ആ ഫോട്ടോ കൂടി ചേരുമ്പോൾ ഒരു പക്ഷേ മലയാളിയുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്ന രൂപത്തിലാണ് ഇന്ന് പത്രങ്ങൾ ആദ്യം കാണുന്നതും. കേരളകൗമുദിയുടെ ഒന്നാം പേജിൽ ആ കുട്ടിയുടെ ചിത്രം, കരയുന്ന ചിത്രമല്ല, ഒരു പക്ഷേ ആ കുട്ടിയുടെ ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. മകളെ ഇല്ലാതാക്കിയത് അമ്മയുടെ മാനസിക വിഭ്രമമാണ് എന്നുകൂടി പറയുന്നുണ്ട്. പകയും എന്നുകൂടി ചേരുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ന്യൂസ് മലയാളം തന്നെ കൊടുത്ത അമ്മമാരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ദീർഘമായൊരു പരമ്പര ന്യൂസ് മലയാളം ഒരു 4 മാസം മുമ്പ് കൊടുത്തിരുന്നു. അതിനെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ നിരവധിയായ അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. മാനസിക പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ കുടുംബങ്ങളോട് പറയുക, കുട്ടികളെ കൊല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അടുത്ത വാർത്തകളിലേക്ക് പോകാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, അതായത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ദേശീയപാത തകർന്നത് വലിയ ആശങ്ക. നമ്മളെല്ലാം റോഡിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. പല രൂപത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ആശങ്ക നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ഒരു പാലം ഒന്നാകെ, ഇല്ലെങ്കിൽ ഒരു റോഡ് ഒന്നാകെ ഇടിഞ്ഞു വീഴുന്നൊരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ അപൂർവമാണ്. അത് വിദേശത്തൊക്കെ ചിത്രങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ആശങ്ക ഇന്നലെ ഉണ്ടായി, കഴിഞ്ഞ ദിവസം ഉണ്ടായി. ആ ആശങ്ക തുടരുകയാണ്. കാഞ്ഞങ്ങാടും കോഴിക്കോടും ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിയുന്നു. അത് മാധ്യമമാണ് ആ വാർത്ത ഒന്നാം പേജിൽ നന്നായി നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ പോലെ പാതയിൽ ഭീതി എന്ന് തന്നെയാണ് മാധ്യമത്തിൻ്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയെ. ദേശീയപാതയിൽ തലപ്പാറയിലും ചാവക്കാട്ടും വിള്ളൽ, കാഞ്ഞങ്ങാട്ടും കോഴിക്കോട്ടും സർവീസ് റോഡ് തകരുന്നു. അങ്ങനെ ഈ കൂരിയാട്ടെ റോഡ് തകർച്ച അതിൻ്റെ തുടർച്ചയെന്നോണം വലിയ രൂപത്തിലാണ് പല ഭാഗങ്ങൾ, മലബാറിലെ പല ഭാഗങ്ങളിലാണ് കാഞ്ഞങ്ങാടും കോഴിക്കോടും ഒക്കെ ഉണ്ടാകുന്നത്. ചാവക്കാട് വരെ ഉണ്ടാകുന്നു. അതിനെ വലിയ രൂപത്തിൽ മാധ്യമം ഒന്നാം പേജിൽ വലിയ വാർത്തയെ നൽകിയിട്ടുണ്ട്. മാധ്യമത്തോടൊപ്പം തന്നെ കേരളകൗമുദി അത് വാർത്തയ്ക്കപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അശാസ്ത്രീയ നിർമ്മാണമാണ് വിനയായത് എന്ന് ഹെഡിങ് ഷാർപ്പായി പറഞ്ഞുകൊണ്ട് കേരളകൗമുദി ഒന്നാം പേജിൽ ആ വാർത്ത വലുതായി നൽകിയിട്ടുണ്ട്. പലയിടത്തും ഇടിയുന്നു, മഴയത്ത് ആശങ്കയേറുന്നു, വടക്കൻ ജില്ലകളിൽ നിർമ്മാണം നിർത്തി എന്നതടക്കമാണ് കേരളകൗമുദി. ഇന്നലെയും 2 ഇടത്ത് ഇടിഞ്ഞു. അങ്ങനെ കേരളകൗമുദിയും മാധ്യമവുമാണ്, 2 പത്രങ്ങളാണ് വളരെ വലുതായി ആ ഒരു വാർത്ത, അതായത് മലയാളിയുടെ വലിയ ആശങ്കയെ അർത്ഥവർത്താക്കുന്ന രീതിയിൽ 2 പത്രങ്ങൾ വലുതായി നൽകിയിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് പോയാൽ, മറ്റ് പത്രങ്ങളിലേക്ക് പോയാൽ ഇത് മാത്രമല്ല, സുപ്രഭാതം അതിലൊരു ക്രെഡിറ്റിൽ വിള്ളൽ, അതായത് സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിലുള്ള വാർത്ത ക്രെഡിറ്റിൽ വിള്ളൽ എന്നുള്ളതാണ്. ക്രെഡിറ്റ് നമുക്കറിയാം, ദേശീയപാതയുമായി ബന്ധപ്പെട്ടും ആരുടെയാണ് ദേശീയപാത വികസനം, ആർക്കാണ് ഈ ക്രെഡിറ്റ് എന്ന രൂപത്തിൽ വലിയ ചർച്ച നാട്ടിൽ നടക്കുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരാണ് ആ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതെങ്കിൽ അപ്പുറത്ത് പ്രതിപക്ഷം BJP അത് കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിലെ വാർത്തയുടെ ഹെഡിങ് ക്രെഡിറ്റിൽ വിള്ളൽ എന്നുള്ളതാണ്. അത് പക്ഷേ ഇങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ അവകാശവാദം ഉയർത്തുമ്പോൾ ഈ ഹെഡിങ് കൂടി പ്രസക്തമാകുകയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി മനോരമയിലേക്കും മാതൃഭൂമിയിലേക്കും പോകാം. 2 പത്രങ്ങളും 2 വാർത്തകളാണ് വലിയ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുള്ളത്. മനോരമയിലേക്ക് പോയാൽ വേഗമില്ല, പാതയുമില്ല. പാത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ദേശീയപാത തന്നെയല്ല, ഇനി വരാനിരിക്കുന്ന കേരളത്തിൽ നടക്കാനിരിക്കുന്ന മറ്റ് വികസന പദ്ധതികളെക്കുറിച്ചാണ്. സിൽവർ ലൈൻ, ഇത് ഒരു പക്ഷേ മനോരമ ഇങ്ങനെ പറയാനുള്ള കാരണം സർക്കാരിൻ്റെ
10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ പൂർത്തിയാക്കാൻ പോകുന്ന ഒരു പീരീഡാണ്. അപ്പോൾ ഒരുപാട് അവകാശവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അവകാശവാദങ്ങളിൽ ഏറ്റവും പ്രധാനം ഒന്ന് സിൽവർ ലൈനാണ്. അപ്പോൾ സിൽവർ ലൈനിൻ്റെ ബദൽ പദ്ധതികൾ, സിൽവർ ലൈനിൻ്റെ കാര്യം നമുക്കറിയാം, അത് കേന്ദ്രത്തിൻ്റെ കയ്യിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് സിൽവർ ലൈൻ പദ്ധതികളിൽ വലിയ ആശയക്കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ടാണ് വേഗറയിൽ, അത് മനോരമ ഒന്നാം പേജിൽ, അതായത് സർക്കാരിനെ കൊണ്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് മനോരമ പ്രേക്ഷകർക്ക് വായനക്കാർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. പരിഗണിക്കുന്ന പദ്ധതികളായിട്ട് 4 പദ്ധതികൾ പറയുന്നുണ്ട്. അതായത് സിൽവർ ലൈനിന് ബദലായിട്ടുള്ള 4 പദ്ധതികളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ വേഗവുമില്ല, പാതയുമില്ല എന്നുള്ളതാണ് മനോരമ ഒന്നാം പേജിൽ പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് മാതൃഭൂമിയാണ്. മാതൃഭൂമി ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്ത മുമ്പ് നമ്മൾ സംസാരിച്ചതാണ്. ഇതേ മാതൃഭൂമി തന്നെ നൽകിയ വാർത്തയാണ്. അതായത് ആശാ സമരം കേരളത്തിൽ നടക്കുമ്പോൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടൊരു വാർത്ത മാതൃഭൂമി എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പായിരിക്കും തോന്നുന്നു. അതേ വാർത്തയുടെ തുടർച്ച എന്നോണം. ഉറപ്പില്ല പണവും പണിയും. ഇത് തൊഴിലുറപ്പിനെ സംബന്ധിച്ചാണ്, കേന്ദ്ര സർക്കാരാണ്. ആശമാരുടെ കാര്യത്തിൽ നമ്മൾ അന്ന് ഈ വാർത്ത പറയുമ്പോൾ അന്ന് ഇതേ രൂപത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. തൊഴിലുറപ്പിൽ 100 തൊഴിൽ ദിനങ്ങൾ അകലെ, അതായത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളികളുടെ എണ്ണം കൂടിയെങ്കിലും ആവശ്യത്തിന് തൊഴിൽ കിട്ടാനില്ല, ബജറ്റ് വിഹിതം കുറഞ്ഞതും വൻതോതിൽ കുടിശ്ശികയായതുമാണ് കാരണം. തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിനാകുന്നില്ല. രജിസ്റ്റർ ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണം കൂടുന്നതിലൂടെ ഗ്രാമീണ ദരിദ്രരുടെ വർധനയാണ് വ്യക്തമാക്കുന്നത് എന്ന ലിപ്ടെക് ഇന്ത്യ എന്ന സ്വതന്ത്ര ഏജൻസിയുടെ പഠനമാണ് ഇക്കാര്യത്തിൽ മാതൃകയാക്കിയിട്ടുള്ളത്. മാതൃഭൂമി എന്തായാലും ഉറപ്പില്ല, തൊഴിലുറപ്പ് കൂടി ബുദ്ധിമുട്ടിലാകുമ്പോൾ സ്വാഭാവികമായും മലയാളി വീണ്ടും ആശങ്കയിലാകും. ആശമാർ സമരത്തിലാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടി പണമില്ലാതെ വരുന്ന അന്തരീക്ഷം ഒരുപക്ഷെ കേരളത്തിലല്ല ഇന്ത്യയിലെമ്പാടും ഗ്രാമീണ മേഖലയിൽ വലിയ ദാരിദ്ര്യം സൃഷ്ടിക്കുമെന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് ഈ വഖഫുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഇന്നലെ വഖഫുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വാദം തുടങ്ങി. അത് മനോരമ ഒന്നാം പേജിലും ഒപ്പം 13ാം പേജിലും വളരെ വലിയ വാർത്തയായിട്ട് നൽകിയിട്ടുണ്ട്. ഞാനിത് പറയാൻ കാര്യം, മറ്റ് ചില പത്രങ്ങളൊക്കെ ഈ വാർത്ത വഖഫിൽ വാദം തുടങ്ങി എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല എന്ന് വേണം കാണാൻ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. മനോരമ പക്ഷേ ഒന്നാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട്. വഖഫിൽ കേന്ദ്രത്തിന് ഗൂഢോദ്ദേശം. ഇത് ഹർജിക്കാരുടെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. 13ാം പേജിലേക്ക് പോകുമ്പോൾ ആ ഹർജിക്കാരുടെ വാദം കുറച്ചും കൂടി വിശദമായി നൽകുന്നുണ്ട്. ഇസ്ലാം വിശ്വാസിയെ നിശ്ചയിക്കുന്നത് ആരും, അത് ഹർജിക്കാർ ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇല്ലാതാകുന്ന വഖഫിൻ്റെ സ്വത്വമാണ്, വഖഫ് പിടിച്ചെടുക്കാനുള്ള നീക്കമാണ്, വഖഫിൻ്റെ പദവി പ്രശ്നത്തിലാണ്, വഖഫ് മതപരമാണ്, താജ്മഹലും സംഭലും അതൊക്കെ ഇന്നലെ സുപ്രീം കോടതിയിൽ ഹർജിക്കാർ ഈ വഖഫുമായി ബന്ധപ്പെട്ട വാദത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. എന്തായാലും ഒരു വലിയ വാർത്തയാണ്. കാരണം വഖഫ് കേന്ദ്ര സർക്കാരിൻ്റെ ഭേദഗതി സ്റ്റേ ചെയ്യുമോ സുപ്രീം കോടതി എന്ന കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ വാർത്തയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. മറ്റൊന്ന് ഇന്നലെ 2 ശാസ്ത്ര പ്രതിഭകൾ, ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച 2 ശാസ്ത്ര പ്രതിഭകൾ മൺമറഞ്ഞു പോകുന്നു, നമ്മെ വിട്ടുപോകുന്നു. ആ വാർത്ത മനോരമയും മാതൃഭൂമിയും ഒന്നാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട്. അത് ഒരുപക്ഷേ മലയാളിക്ക് വലിയ സുപരിചിതമില്ലാത്ത പേരുകളാണ്. എന്നാൽ പോലും കുട്ടികൾക്കും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഈ പേരുകൾ മറക്കാൻ കഴിയില്ല, എന്നും ഓർമ്മയിൽ ഉണ്ടാകേണ്ട പേരുകളാണ്. ഡോക്ടർ ജയന്ത് നാർലിക്കറും അതോടൊപ്പം തന്നെ ഡോക്ടർ MR ശ്രീനിവാസനും. ഈ 2 പേരും മൺമറഞ്ഞു പോയ വാർത്ത. ഞാൻ ആ വാർത്ത വിശദമായി പറയുന്നത് 2 പേർ ആരൊക്കെയാണെന്ന് നമുക്ക് നന്നായി അറിയാവുന്ന ആളുകളാണ്. നമ്മുടെ രാജ്യം ലോകത്തിന് സംഭാവന ചെയ്ത വലിയ 2 ആളുകൾ. ഒന്ന് ജ്യോതിശാസ്ത്രവും ഒന്ന് ആണവോർജ ശാസ്ത്രജ്ഞനുമാണ്. ഈ 2 പേരും മൺമറഞ്ഞ വാർത്ത. മനോരമയും മാതൃഭൂമിയും നന്നായി തന്നെ. ഒരുപക്ഷെ പൊലിഞ്ഞു ശാസ്ത്ര നക്ഷത്രം എന്നൊക്കെ മനോരമ ഹെഡിങ് ഇടുമ്പോൾ ആലോചിക്കണം അവർ എത്രത്തോളം ഈ രാജ്യത്തിന് ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ജ്യോതിശാസ്ത്ര നഷ്ടം എന്നൊക്കെയാണ് മാതൃഭൂമി ഹെഡിങ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാധാന്യത്തെക്കുറിച്ച് മറക്കാൻ പാടില്ല. മറ്റൊന്ന് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ഇന്നലെ നമ്മൾ വളരെ വിശദമായി സംസാരിച്ചാണ്. മാതൃഭൂമി ഇന്നും അതേ നിലപാട് തുടരുകയാണ്. എഡിറ്റോറിയൽ പേജ് പൂർണ്ണമായും പിണറായി വിജയൻ സർക്കാരിൻ്റെ 9 വർഷം പിന്നിടുമ്പോൾ നേട്ടങ്ങൾക്കൊപ്പം സർക്കാരിൻ്റെ ശ്രദ്ധ പതിയേണ്ട 9 വിഷയങ്ങൾ വളരെ വിശദമായി 8ാം പേജിൽ നൽകിയിട്ടുണ്ട് മാതൃഭൂമി. ആ ചർച്ച തുടരുകയാണ്. അതുമാത്രമല്ല, വ്യവസായം, പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം. ഇന്നലെയും ഇതുപോലെ മാർക്കിടുന്ന പരിപാടി ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് സർക്കാരിൻ്റെ പരിപാടികൾക്ക്, സർക്കാരിൻ്റെ ഈ കാലം വരെയുള്ള പദ്ധതികൾക്ക് മാർക്കിടുകയായിരുന്നു. ആ മാർക്ക് 9ൽ എങ്ങനെയെന്നുള്ളതാണ്. 9 പദ്ധതികളുമായി ബന്ധപ്പെട്ട് 9 കാര്യങ്ങൾ. അതിൽ ദേശീയപാതയുണ്ട്, സിൽവർ ലൈനുണ്ട്, വിഴിഞ്ഞമുണ്ട്, പൊതുജനാരോഗ്യമുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളിൽ വിവിധ അഭിപ്രായങ്ങൾ തേടുകയാണ് മാതൃഭൂമി. പക്ഷേ ഇത് പറയുമ്പോൾ, മാർക്കിടുന്ന കാര്യം പറയുമ്പോൾ, ദേശാഭിമാനി 5ാം പേജിലേക്ക് പോയി ഈ മാർക്കിടുന്നതിൻ്റെ യുക്തി അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഒരു ചോദ്യം തന്നെ ദേശാഭിമാനി ചോദിക്കുന്നുണ്ട്. നേട്ടം മറയ്ക്കാനാകാതെ മാധ്യമങ്ങൾ, അതായത് സർക്കാരിൻ്റെ നേട്ടമാണ് ഈ മാർക്കിടുന്നതിലൂടെ മാതൃഭൂമി ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ നേട്ടം മറയ്ക്കാനാകാതെ മാധ്യമങ്ങൾ എന്നൊരു വാർത്ത കൂടി നൽകി ദേശാഭിമാനി ആ വാർത്ത അവരുടെ വാർത്തയാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. സേതു, എനിക്കറിയാം മോഹൻലാലിൻ്റെ ഒരു വിഷയം ഉള്ളതുകൊണ്ടും വലിയ വാർത്തകൾ ഉള്ളതുകൊണ്ടും ഞാൻ പ്രസ് സ്റ്റോപ്പ് വേഗം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ശ്രീജിത്ത്.